ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ നമ്മുടെ ഈ ആത്മീയ യാത്ര രണ്ടാം സദനത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം സദനം എന്ന് പറയുന്നത് പരിപൂർണതയെ ആഗ്രഹിക്കുന്ന ഒരു സദനമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. രണ്ടാം സദനത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് പരിത്യാഗമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഈ പരിപൂർണതയെ ആഗ്രഹിക്കുന്ന സദനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും അതുപോലെ തന്നെ അതിന് പ്രത്യുത്തരം നൽകുവാനും ഒത്തിരിയേറെ വഴികളുണ്ടെന്ന്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും അതിന് പ്രത്യുത്തരം നൽകുവാനും സാധിക്കുന്നത്? അതായത് ഗ്രന്ഥ പാരായണത്തിലൂടെ, നല്ല മനുഷ്യരുമായുള്ള ബന്ധത്തിലൂടെ, അവരുടെ പ്രസംഗത്തിലൂടെ, അതുപോലെ ചിലപ്പോൾ രോഗങ്ങളിലൂടെ, യാതനകളിലൂടെ, ഇതിനെല്ലാം നമുക്ക് ദൈവസ്വരം കേൾക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ എത്രയോ മനുഷ്യരാണ്, ലക്ഷോപലക്ഷം മനുഷ്യര് വചനപ്രഘോഷണം ശ്രമിച്ച് വളരെ പ്രസിദ്ധരായിട്ടുള്ള, വളരെ വിശുദ്ധരായിട്ടുള്ള വചനപ്രഘോഷകരെ അവർ ശ്രമിച്ചിട്ട് വിശുദ്ധിയിലേക്ക് കടന്നു വരികയും അങ്ങനെ വിശുദ്ധിയുടെ ജീവിതം നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത് സദ്ഗ്രന്ഥ പാരായണം, അതുപോലെ തന്നെ മറ്റുള്ള നല്ല മനുഷ്യരുടെ വചനപ്രഘോഷണം, പ്രസംഗം അത് ഒത്തിരിയേറെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നാം സദ്ഗ്രന്ഥ പാരായണം, നല്ല ഇടുറ്റ ആത്മീയ ഗ്രന്ഥങ്ങൾ നാം വായിക്കണം. നാം എന്നും എല്ലാ ദിവസവും നമ്മളൊരു അടിയുറച്ച തീരുമാനമെടുക്കണം. നല്ല പുസ്തകങ്ങൾ, ബൈബിൾ വചനം മാത്രമല്ല മറ്റ് വിശുദ്ധരുടെ ജീവിതമെല്ലാം നാം വായിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് ഒത്തിരിയേറെ പ്രചോദനം നൽകുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ദൈവസ്വരം കേൾക്കുവാനായിട്ട് ഇങ്ങനെ അതാണ് നമ്മുടെ ദൈവസ്വരം കേൾക്കുന്ന പ്രചോദനം നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ചിലപ്പോൾ രോഗങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, യാതനകളിലൂടെ നമുക്കറിയാം, അമ്മ ത്രേസ്യ മഠത്തിൽ ചേർന്ന വർഷം തന്നെ അവൾക്ക് ഭയങ്കരമായ കഠിനമായ രോഗമുണ്ടായി. അങ്ങനെ രോഗബാധ ഉണ്ടായി അവൾ മരിച്ചു എന്ന് വിചാരിച്ച് അവളുടെ ശരീരം സംസ്കരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയതാണ്. പക്ഷേ അവളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, അവൾ മരിച്ചിട്ടില്ല, എനിക്ക് സംശയമുണ്ട്, ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിതാവിൻ്റെ നിർബന്ധത്തിനും വഴങ്ങി അവര് ആ അടക്ക് നിർത്തിവെച്ചതാണ്. അല്ലെങ്കിൽ ജീവനോടെ അവളെ അടക്കുമായിരുന്നു, അവളുടെ ശരീരം അടക്കുമായിരുന്നു. അപ്പോൾ അത് ഒത്തിരിയേറെ കാര്യങ്ങൾ അവളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അൽഫോൻസാമ്മ, ഇവരൊക്കെ രോഗങ്ങളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചാണ്, രോഗത്തിലൂടെ, യാതനയോടെയും എല്ലാം. അപ്പം അതുകൊണ്ട് ഈ രണ്ടാം സ്ഥാനത്തിൽ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ദൈവവചനം ശ്രവിക്കുവാനായിട്ട്, ദൈവേഷ്ട ശ്രവിക്കുവാനും അതിന് പ്രത്യുത്തരം നൽകുവാനായിട്ടൊക്കെ ഒത്തിരിയേറെ അവസരങ്ങൾ നമുക്കുണ്ടെന്ന്. പിന്നെ അമ്മ ത്രേസ്യ ഇവിടെ ഈ രണ്ടാം സ്ഥാനത്തിൽ പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ആത്മീയമായുള്ള സഹയാത്രികൻ നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു ആത്മീയ ഗുരു, നമ്മളെക്കാൾ ആത്മീയമായിട്ട് ഒത്തിരിയേറെ മുന്നോട്ട് പോയിട്ടുള്ളവർ, അവരുടെ ഒരു സഹവാസം, അവരുടെ ഒരു നിയന്ത്രണം, അവർ നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ വളരെ നമുക്ക് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ തന്നെ ദൈവത്തിൽ ആശ്രയിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വീണുപോയെന്നിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ആത്മീയ ഗുരു ഉണ്ടായിരിക്കും നല്ലതാണ്. നമ്മളെക്കാൾ ആത്മീയമായിട്ട് മുന്നോട്ട് പോയത്, അവൾ പറയുന്നത് ആ 7-ാം സദനത്തോട് അടുത്തുള്ള വ്യക്തികൾ നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകും. നമുക്ക് ഒരു പക്ഷേ നമ്മൾ വളരെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന അവസരത്തിലെല്ലാം അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുമെന്ന് അവൾ പറയുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയ വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ദൃഢനിശ്ചയമെടുക്കാനുള്ള ഒരു വെല്ലുവിളിയാണ്. അതായത് ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, നാം ജീവിക്കേണ്ട പുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ദൃഢനിശ്ചയമെടുക്കാനായിട്ട് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് പരിചയമായവയിൽ നിന്ന് പരിചയമല്ലാത്തതിലേക്കുള്ള ഒരു പ്രയാണമാണ്. അതായത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകസുഖങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്നും നിലനിൽക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം നൈമിഷികമാണ്. എന്തൊക്കെയായാലും, ഏതെല്ലാം സൗഭാഗ്യങ്ങളാണെങ്കിലും അതെല്ലാം നൈമിഷികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം കടന്നു പോകുന്നതാണ് എന്ന് ചിന്തിക്കുവാനുള്ള ആ ഒരു
ത്രാണി നമുക്കില്ലാതെ പോകുന്നു. അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൃഢനിശ്ചയം, അതായത് പല കാര്യങ്ങളും നമ്മൾ പരിത്യജിക്കണം. ഈ പരിത്യാഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിശുദ്ധിയിൽ മുന്നേറേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചുള്ള ആ ദൃഢനിശ്ചയം എടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വിശുദ്ധിയെക്കുറിച്ച്, പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, പുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ദൃഢനിശ്ചയമെടുത്ത് നമ്മളുടെ പോരായ്മകൾ, നമ്മുടെ അപാകതകൾ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി വിശുദ്ധിയുടെ പാതയിലേക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ദൃഢനിശ്ചയം എടുക്കണം. അതാണൊരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതായത് നാം കാണുന്ന ഈ നൈമിഷിക സുഖങ്ങൾ ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതെല്ലാം കടന്നു പോകുന്നതാണ്. നമുക്കൊരു പക്ഷേ ഭാവിയിലേക്ക് എന്താ ലഭിക്കുന്നത് നല്ല നിശ്ചയമില്ലായിരിക്കാം, അതാണ് പ്രശ്നം. പക്ഷേ തമ്പുരാനിൽ വിശ്വസിക്കുക. അവിടെ നിന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ആ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പ്രദാനം ചെയ്യുമെന്ന്. അതിൽ വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട്, പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ട അനുഗ്രഹത്തിനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.